നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിന്റെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓൾറെഡി യൂട്യൂബ് ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു. ആ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം യൂട്യൂബ് ഷോർട്സിലും മോണിറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില അപ്ഡേറ്റുകളുണ്ട്. അതുകൂടെ പറയാം. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനി മുതൽ യൂട്യൂബ് ഷോർട്ട് സെക്ഷനിലേക്ക് 3 മിനിറ്റ് വരെയുള്ള 2 മിനിറ്റ് 59 സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മെയിൻ അപ്ഡേറ്റ്. അപ്പം ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യും. അതിനുശേഷം അങ്ങനെയാണ് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്യുന്നത്. പക്ഷേ ഷോർട്ട് സെക്ഷനിൽ അങ്ങനെയല്ല, നമ്മൾ വ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷോർട്സിൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ആകുമോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട്. മനസ്സിലായി? പലരും ഇപ്പം ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നപ്പോൾ, അതായത് 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. കാരണം ഷോർട്ട് സെക്ഷനിൽ നിന്ന് കുറച്ചധികം വ്യൂ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വ്യൂവിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ വെച്ചിട്ട് മോണിറ്റൈസേഷൻ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതായത് ഇനി നിങ്ങൾ എത്ര മിനിറ്റുള്ള വീഡിയോ ഷോർട്സ് ആക്കി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അവരുടെ ആ ഒരു ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ മോണിറ്റൈസ് ചെയ്യുന്നത്, 10 മില്യൺ വ്യൂസ് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേ ക്രൈറ്റീരിയ തന്നെയാണ്. അതിന് 1 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിലും 3 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണെങ്കിലും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. അവിടെ ഒരു മാറ്റവുമില്ല. നമുക്ക് മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് സെക്ഷനിൽ അല്ലാതെ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ വാച്ച് അവർ വെച്ചിട്ടുള്ള മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് പിന്നെ എന്താണ് നമുക്ക് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഈ ഒരു അപ്ഡേറ്റ് വന്നതിലൂടെ പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 1 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കുറവാണ്. ആളുകൾ അത്രയും 1 മിനിറ്റ് പോലും നോക്കിയിരിക്കാൻ ആളുകൾക്ക് സമയമില്ല. കാരണം നമ്മൾ അത്ര എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ ഷോർട്സിലാണെങ്കിൽ പോലും നമുക്ക് വ്യൂ കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് നേരെ 3 മിനിറ്റ്സ് വരെയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കുറയും. അതിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോകൾ വൈറലാകാനുള്ള സാധ്യതകളും അവിടെ അവസാനിക്കും. അതായത് ഷോർട്സിൽ വൈറലാകാനുള്ള സാധ്യതയും അവസാനിക്കും. പിന്നെ ഇങ്ങനൊരു ഫീച്ചർ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇത് ഒക്ടോബർ 15 തൊട്ടാണ് ഈ ഒരു ഫീച്ചർ വരാനായിട്ട് പോകുന്നത്. ഈ തുടക്ക സമയത്ത് ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം യൂട്യൂബ് എല്ലാ കാര്യങ്ങളും, അതായത് എന്ത് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നാലും അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നല്ല രീതിയിൽ യൂട്യൂബ് ബൂസ്റ്റ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അതിലൂടെ നല്ല റീച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഷോർട്സ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വന്ന സമയത്ത് ഇട്ട ചാനൽ, അതായത് ഡെയിലി വീഡിയോകൾ ഇട്ട ചാനലുകൾക്കൊക്കെ ഇന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആ തുടക്ക സമയത്ത് മാക്സിമം യൂട്യൂബിന്റെ ഒരു ബൂസ്റ്റ് കിട്ടും. അപ്പൊ അത് തന്നെയാണ് യൂട്യൂബ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബിൽ ചിലപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഈ 3 മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ഷോർട്സ് ആക്കി ഇടുന്ന സമയത്ത് ചിലപ്പോൾ 1-2 ആഴ്ച നമുക്ക് റീച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പതുക്കെ യൂട്യൂബ് അതിനെ പുഷ് ചെയ്യും എന്നാണ് യൂട്യൂബ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 3 മിനിറ്റ്സ് വരെയുള്ള വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ചാനലിനൊരു എൻഗേജ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലോങ് ടൈമിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഈ ഓഡിയൻസ് റിട്ടൻഷന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ വീഡിയോ അത്രയ്ക്ക് എൻഗേജിങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് റീച്ച് വരുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് അപ്ഡേറ്റ്. ഈ 3 മിനിറ്റ്സ് ഉള്ള വീഡിയോ വന്നതിലൂടെ മോണിറ്റൈസേഷനിൽ യൂട്യൂബ് ഒരു രീതിയിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. സെയിം ക്രൈറ്റീരിയ തന്നെ. അതിലൂടെ നമുക്ക് സാധാരണ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എത്ര പൈസ കിട്ടും എന്നുള്ള കാര്യം. അതായത് ഒരു 1 മില്യൺ വ്യൂ വന്നാലും 2 മില്യൺ വന്നാലും 3 മില്യൺ വന്നാലും കൂടിപ്പോയാൽ $4-5-6 ഒക്കെ കിട്ടത്തുള്ളൂ. അതാണ് ഷോർട്ട് വീഡിയോസിലെ ആ ഒരു റവന്യൂ ഷെയറിങ്ങിന്റെ രീതി. പക്ഷേ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 55% ആണ് റവന്യൂ ഷെയർ കിട്ടുന്നത്. അപ്പൊ അത് ഷോർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണ്. അപ്പൊ യൂട്യൂബ് ഈ 3 മിനിറ്റ്സ് വീഡിയോ ഷോർട്ട് സെക്ഷനിൽ കൊണ്ടുവന്നതിന്റെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. കാരണം ഈ 3 മിനിറ്റുള്ള വീഡിയോകൾ ഷോർട്ട് സെക്ഷനിൽ റൺ ചെയ്തെന്ന് പറഞ്ഞാലും ഈ 1 മിനിറ്റുള്ള വീഡിയോ റൺ ചെയ്താൽ യൂട്യൂബ് മാക്സിമം ഷോർട്സിലൂടെയും അഡ്വർടൈസ്മെന്റുകൾ പുഷ് ചെയ്യും, അഡ്വർടൈസ്മെന്റുകൾ കാണിക്കും. അതിലൂടെ യൂട്യൂബ് ഏൺ ചെയ്യും. അപ്പൊ യൂട്യൂബിന് ഷോർട്ട് സെക്ഷനിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിന്റെ 55% ഒരു ക്രിയേറ്ററിനും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ഏണിങ്സ് മൊത്തം യൂട്യൂബിന് സേവ് ചെയ്യാൻ സാധിക്കും, ക്രിയേറ്ററിന് കൊടുക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. അപ്പൊ അതേ സാധനത്തിൽ 3 മിനിറ്റുള്ള വീഡിയോ ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒത്തിരി മടങ്ങ് റവന്യൂ ഷെയർ ക്രിയേറ്ററിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു രീതിയിൽ യൂട്യൂബ് ഇവിടെ റവന്യൂ ഷെയർ ചെയ്യുന്നത് കട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ദുരുദ്ദേശമോ പ്ലാനിങ്ങോ യൂട്യൂബിനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ യൂട്യൂബ് ഷോർട്സ് റിലേറ്റഡ്
റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്കാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മറക്കാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.